സോ അടുത്തത് ഒരു തിയർ ആണ്. എ കണക്റ്റഡ് സിമ്പിൾ ഗ്രാഫ് G ഈസ് എ three edge connected if and only if every edge of G is the intersection of the edge sets of two cycles of G. എന്താ ഒരു G എന്ന് പറയുന്ന കണക്റ്റഡ് സിമ്പിൾ ഗ്രാഫ് ഉണ്ട്. G സിമ്പിൾ ഗ്രാഫ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതെന്താണ് 3 എഡ്ജ് കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 3 എഡ്ജുകളെങ്കിലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ അതെന്താവുള്ളൂ, ഡിസ്കണക്റ്റഡ് ആവുള്ളൂ. അപ്പോൾ എ കണക്റ്റഡ് സിമ്പിൾ ഗ്രാഫ് G ഈസ് 3 എഡ്ജ് കണക്റ്റഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. എവറി എഡ്ജ് ഓഫ് G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയിലുള്ള ഏത് എഡ്ജ് എടുത്തു കഴിഞ്ഞാലും ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ദ എഡ്ജ് സെറ്റ്സ് ഓഫ് 2 സൈക്കിൾസ് ഓഫ് G. അപ്പൊ ജിയിലുള്ള 2 സൈക്കിളുകൾ എടുക്കുക, ആ 2 സൈക്കിളിന്റെ എഡ്ജ് സെറ്റുകളുടെയും ഇന്റർസെക്ഷൻ ആയിട്ട് എന്ത് വരും, ഒരു എഡ്ജ് വരും. അതായത് എന്താ മീനിങ്, ഒരു 3 എഡ്ജ് കണക്റ്റഡ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏത് എഡ്ജ് എടുത്തു കഴിഞ്ഞാലും ആ എഡ്ജ് എന്താണ്, every edge of G is the intersection of the edge sets of 2 cycles of G. 2 സൈക്കിളിന്റെ എഡ്ജ് സെറ്റിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട് വരും ഏതൊരു എഡ്ജ് എടുത്തു കഴിഞ്ഞാലും. അപ്പൊ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം എന്താ അസ്യൂം ചെയ്യാം, ലെറ്റ് G be a 3 എഡ്ജ് കണക്റ്റഡ് ആണെന്ന് അസ്യൂം ചെയ്യാം. ലെറ്റ് x is equal to uv be an edge of G. ജിയിലുള്ള ഒരു എഡ്ജ് ആണ് എന്ത്, x is equal to uv എന്നുള്ളത് ഒരു എഡ്ജ് ആണ്. സിൻസ് G minus x is 2 കണക്റ്റഡ്, കാരണം എന്താ, G എന്ന് പറയുന്നത് എന്താണ്, 3 എഡ്ജ് കണക്റ്റഡ് ആണെന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. 3 എഡ്ജ് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു എഡ്ജ് റിമൂവ് ചെയ്യുന്നുണ്ട്. സിൻസ് G minus x is a 2 കണക്റ്റഡ്, there exist 2 edge disjoint UV paths P1 and P2 in G minus x. നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ എന്താണ്, ഈ ഒരു 3 എഡ്ജ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിൽ നിന്ന് ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്യാണ്. അതായത് 3 എഡ്ജ് കണക്റ്റഡ് ആവുന്ന ആ ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ബാക്കി 2 എഡ്ജുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്കണക്റ്റഡ് ആവും. അപ്പൊ റിമൈനിങ് ഗ്രാഫ് എന്താവും, 2 കണക്റ്റഡ് ആവും. അപ്പൊ ഒരു ഗ്രാഫ് 2 കണക്റ്റഡ് ആണെങ്കിൽ അല്ലെ, എക്സ് ഈക്വൽ ടു യു എന്ന് പറയുന്ന വി പറയുന്ന 2 എഡ്ജുകൾ ഉണ്ട്, യു വി എന്ന് പറയുന്ന ഈ ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്യാണ്. അപ്പൊ ഇതെന്താവും, 2 കണക്റ്റഡ് ആവും. 2 കണക്റ്റഡ് ആണെങ്കിൽ എന്താണ്, നമുക്ക് ഓൾറെഡി ഉള്ള റിസൾട്ട്, ഇവിടുന്ന് ഇതിലേക്ക് 2 പാത്തുകൾ ഉണ്ടാവും, P1 ആൻഡ് P2 അല്ലെ, എഡ്ജ് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള 2 പാത്തുകൾ ഉണ്ടാവും, P1 ആൻഡ് P2. ഇനി അതിൽ നിന്ന് എന്താണ്, P1 യൂണിയൻ എക്സ് ആൻഡ് P2 യൂണിയൻ എക്സ് ആർ 2 സൈക്കിൾസ് ഓഫ് G. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇവിടുന്ന് 2 പാത്തുകൾ ഉണ്ടെങ്കിൽ ആ P1 എന്ന് പറയുന്ന ഒരു പാത്തിന്റെ കൂടെ ഈ ഒരു എഡ്ജും കൂടെ കൂടി കഴിഞ്ഞാൽ എന്താവും, അതൊരു സൈക്കിൾ ആവും. അതുപോലെ തന്നെ P2 എന്ന് പറയുന്ന പാത്തിന്റെ കൂടെ ഈ ഒരു എഡ്ജും കൂടെ എക്സ് എന്ന് പറയുന്ന എഡ്ജും കൂടെ കൂടി കഴിഞ്ഞാൽ അതും എന്താവും, ഒരു സൈക്കിൾ ആവും. അപ്പൊ അതിന്റെ മീനിങ് എന്താ, ഇന്റർസെക്ഷൻ ഓഫ് P1 യൂണിയൻ എക്സ് ആൻഡ് P2 യൂണിയൻ എക്സ് ഈസ് പ്രിസൈസ്ലി എക്സ്. ഈ 2 ഇതിന്റെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താവും, എക്സ് എന്ന് പറയുന്ന ഒരു എഡ്ജ് ആയിട്ടാണ് വരിക. അപ്പൊ ഇതെന്താണ്, ഇവിടെ നമ്മൾ ആർബിട്രറി ആയിട്ടുള്ള ഒരു എഡ്ജ് ആണ് കൺസിഡർ ചെയ്തത്. അപ്പൊ ഇതെന്താണ്, എല്ലാ എഡ്ജിനും ട്രൂ ആണ്. അതുപോലെ തന്നെ ഇനി തിരിച്ച് അസ്യൂം ചെയ്യാം. സപ്പോസ് ദാറ്റ് ഫോർ ഈച്ച് എഡ്ജ് x is equal to uv there exist 2 cycles c and c dash such that x is equal to എന്താണ്, എഡ്ജ് ഓഫ് c1 ഇന്റർസെക്ഷൻ എഡ്ജ് ഓഫ് c2 എന്ന് പറയുന്നത് എന്താണ്, x എന്ന് പറയുന്ന എഡ്ജ് ആണ്. ഈ c എന്ന് പറയുന്ന c dash എന്ന് പറയുന്ന സൈക്കിളിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട് x എന്ന് പറയുന്ന ഒരു എഡ്ജ് വരുന്നുണ്ട്. G cannot have a cut edge since by hypothesis each edge belongs to 2 cycles അല്ലെ, ഓരോ എഡ്ജും എന്താണ്, 2 സൈക്കിളിന്റെ എലമെന്റ് ആണ്. അപ്പൊ എന്താ അതിന്റെ മീനിങ്, G cannot have a cut edge. കാരണം എന്താ, 2 സൈക്കിൾ ഉണ്ടായതുകൊണ്ട് അത് ഈ എക്സ് ഒരു എഡ്ജ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 വെർട്ടെക്സ് തമ്മിലുള്ള എന്താണ്, വേറെ ഏതെങ്കിലും ഒരു പാത്ത് കൂടെ ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പൊ അതെന്താവില്ല, കട്ട് എഡ്ജ് ആവില്ല. കാരണം G cannot have a cut edge എന്ന് പറയാൻ കാരണം എന്താ, ഈച്ച് എഡ്ജ് ബിലോങ്സ് ടു 2 സൈക്കിൾസ് ആണ്, 2 സൈക്കിളിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാലും മറ്റൊരു പാത്തിലേക്ക് കൂടെ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് നോ കട്ട് എഡ്ജ് ക്യാൻ ബിലോങ്സ് ടു എ സൈക്കിൾ അല്ലെ, നോ കട്ട് എഡ്ജ് ക്യാൻ ബിലോങ്സ് ടു എ സൈക്കിൾ. കാരണം എന്താ, ഒരു സൈക്കിൾ കട്ട് എഡ്ജ് ഉണ്ടാവില്ല. കാരണം എന്താ, സൈക്കിൾ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു സൈക്കിള് ഇതിലെ ഈ ഒരു എഡ്ജ് കട്ട് എഡ്ജ് ആണെങ്കിൽ എന്താണ്, ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. പക്ഷെ സൈക്കിൾ ആയതുകൊണ്ട് എന്താണ്, ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടുന്ന് തിരിച്ചിങ്ങോട്ട് ഒരു പാത്ത് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്താണ്, ഒരു സൈക്കിളിലുള്ള എഡ്ജുകളൊന്നും എന്താവില്ല, കട്ട് എഡ്ജ് ആവില്ല. നോർ ക്യാൻ G contain an edge cut consisting of 2 edges x and y അല്ലെ. കാരണം എന്താ, ജിയിൽ ഒരു കട്ട് എഡ്ജ് ഉണ്ടാവില്ല, സൈക്കിളിലുള്ളത് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താണ്, G contain an edge cut consisting of 2 edges x and y അല്ലെ. ജിയില് എന്താണ്, 2 എഡ്ജ് വെച്ചിട്ടുള്ള, കാരണം എന്താ, 2 സൈക്കിളുകൾ ഉണ്ട്. നമ്മുടെ ഇതെന്താണ്, യു ആൻഡ് വി എന്ന്
രണ്ട് സൈക്കിളുകൾ ഉണ്ട് അല്ലെ, ഒരു പാത്ത് യു ആൻഡ് വി, ഇതിൽ നിന്ന് രണ്ട് സൈക്കിളുകൾ ഉണ്ട് എന്നാണ് നമ്മുടെ അസംഷൻ. അപ്പൊ ഇതിലെ രണ്ട് സൈക്കിളുകൾ ഉണ്ടായത് കൊണ്ട് ഇത് ഇവിടുന്ന് യു ആൻഡ് വി നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ എന്താണ്, ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്ത് നോക്കുക. അപ്പൊ ഒരു ഡിസ്കണക്ഷൻ, പിന്നെയും വേറൊരു സൈക്കിളും കൂടെ ഉണ്ടല്ലോ നമുക്ക് അവിടെ കണക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ അതും റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്, സൈക്കിളുകൾ ആയതുകൊണ്ട് രണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും പാത്തുകൾ വേറെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ മിനിമം എന്താണ്, ലാംഡ ഓഫ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. കാരണം എന്താ, രണ്ട് സൈക്കിളുകൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, ജി ഈസ് എ 3 എഡ്ജ് കണക്റ്റഡ് ആണ് എന്നുള്ളത് കിട്ടും.